ബഹുമാനികളെ, നല്ലൊരു മാസം ബല്യഗന റമളാൻ എന്നിങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് മുമ്പൊക്കെ എത്തിക്കണം. അതിൻ്റെ ഒന്നാമത്തെ അത്താഴം നമ്മൾ കഴിച്ചു. അള്ളാഹു ആരോഗ്യമുള്ള നോമ്പെടുക്കാൻ പ്രദാനം ചെയ്യട്ടെ. കൊല്ലത്തെ നോമ്പിൻ്റെ വരവ് ഇത് നമ്മളെയും കൊണ്ട് പോവുകയാണെങ്കിൽ അള്ളാഹു തആല നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഇക്കൊല്ലത്തെ റമളാനിൻ്റെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യും. ഖദ് അഫ്ലഹ മൻ തസക്ക, തസ്കിയത്ത് ചെയ്തവൻ വിജയിച്ചു എന്നാണ് ഇന്ന് നമ്മൾ സുബൈക്ക് ഓതിയ സൂറ. ആ സൂറത്തിൽ പറയുന്നത് തസ്കിയത്ത് ചെയ്യാൻ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുക, ശരീരത്തെ സ്ഫുടം ചെയ്തെടുക്കുക, ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക, അതിന് പറ്റിയൊരു മാസമാണ് റമദാൻ. റമദാൻ വന്നിട്ട് എന്നിട്ടും നന്നായിട്ടില്ലെങ്കിൽ അവനെ അല്ലാഹു തആല ദൂരത്താക്കട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വെച്ച് ജിബ്രീൽ ദ്വാരന്നിട്ടുണ്ട്. അള്ളാഹു അതിൽ പെടുത്താതിരിക്കട്ടെ. റമദാൻ എന്ന മാസം വന്നിട്ടും ഒരു ചേഞ്ച് വരുത്താത്ത, റമദാനിനെ ആദരിക്കേണ്ട പോലെ ആദരിക്കാത്ത, നിരുത്സാഹപ്പെടുത്തിയിട്ട് അതിനെ കളിയാക്കിയിട്ടും ഞെരുങ്ങിയിട്ടും ചവിട്ടിയിട്ടും മരിച്ചിട്ടും നടക്കുന്നവനെ അവനെ അള്ളാഹു ദൂരത്താക്കട്ടെ എന്നാ. അത് പ്രാർത്ഥിച്ചതാരാ അറിയോ? ജിബ്രീൽ അലൈഹിസ്സലാം. ആമീൻ പറഞ്ഞതാരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശരിക്കും ഈ മാസത്തെ നല്ലോണം ശ്രദ്ധിക്കണം. വലിയൊരു വിരുന്നുകാരനാണ്. അഫ്ളലു ശുഹൂറാണ്, മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസം. ഇവിടെ നിന്നും സുബൈക്ക് ക്ലാസ് ഉണ്ട്. ഇതേമാതിരി എല്ലാവരും ഇന്ന് ഇരിക്കലുണ്ട്. എല്ലാവരും ദുആയിൽ പങ്കെടുത്തിട്ട് പോകലുണ്ട്. ഇതുവരെയും അതിൽ പെടാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് റമദാൻ കഴിയോളം ആയുസ്സുണ്ടെങ്കിൽ കഴിയോളം കൂടണം, കഴിഞ്ഞിട്ടും ആയുസ്സുണ്ടെങ്കിൽ തുടരണം എന്ന് മനസ്സുകൊണ്ട് കരുതുക. ഇന്ന് റമദാനിൻ്റെ ഒന്നാമത്തെ പകലാണ്. നോമ്പിനെ ആരും ഫസാദാക്കരുത്. കണ്ണിനെ നിയന്ത്രിക്കണം, കാലിനെ നിയന്ത്രിക്കണം, കയ്യിനെ നിയന്ത്രിക്കണം, ചെവിയെ നിയന്ത്രിക്കണം. എന്ന് വെച്ചാൽ ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിച്ചത് കൊണ്ട് നോമ്പാകില്ല. കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ദുരുപയോഗപ്പെടുത്തിയാൽ നോമ്പിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റിയതൊക്കെ കണ്ടാൽ മതി, മെസ്സേജ് വിടേണ്ടോടത്തേക്ക് മാത്രം വിട്ടാൽ മതി. പതിവ് പോലെയുള്ള ദിനചര്യകൾ എന്തൊക്കെയുണ്ടോ ദുസ്വഭാവങ്ങളെ കൂട്ടത്തിൽപ്പെട്ടത് അതൊക്കെയും നോമ്പിനെ ബഹുമാനിച്ചുകൊണ്ട് നിർത്തിവെക്കുക. എന്നാലേ നോമ്പ് നോമ്പാവുള്ളൂ. എന്നാൽ അങ്ങനെ ജീവിച്ചു പോയാൽ ഉമ്മ പ്രസവിക്കപ്പെട്ട ദിവസം അതുപോലെയാക്കി മാറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഖ്റജ ഇബ്നു മാജാ വൽ ബൈഹഖി عن عبد الرحمن بن عوف رضي الله عنهما قال قال رسول الله صلى الله عليه وسلم شهر رمضان റമദാൻ മാസം പാപങ്ങളെ കരിച്ചു കളയുന്ന മാസം. ഷഹ്റുൻ കതബല്ലാഹു അലൈക്കും സിയാമഹു, ആ മാസത്തിൽ നോമ്പ് നോക്കൽ നിങ്ങൾക്ക് ഫർളാക്കിയിട്ടുണ്ട്. വസനൻതു ലക്കും ഖിയാമഹു, ഈ മാസത്തിൽ നിങ്ങൾക്ക് തറാവീഹ് നിസ്കാരം ഞാൻ സുന്നത്താക്കിയിട്ടുണ്ട്. റസൂലുള്ള പറയാണ് ഫമൻ സ്വാമഹു വഖാമഹു, അങ്ങനെ പറയപ്പെട്ട രൂപത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റു. വഖാമഹു, നോമ്പ് നോറ്റാൽ മാത്രം പോരാ, രാത്രി ഒരു നിസ്കാരമുണ്ട് 20 റക്അത്തുള്ള തറാവീഹ്, അത് നല്ല പോലെ നിസ്കരിച്ചു. ഈമാനൻ വഹ്തിസാബൻ, 2 നിബന്ധനയാണ് പറഞ്ഞത്. ഈമാനൻ വഹ്തിസാബൻ, ഈമാൻ എന്ന വിശ്വാസത്തോടു കൂടെ നിസ്കരിച്ചു. നല്ല വിശ്വാസം വേണം. അതിലുള്ള വിശ്വാസം, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, എനിക്കിങ്ങനത്തെ ഒരു മാസം വന്നിട്ട് ഞാൻ എൻ്റെ മുടിയും താടിയും തുണിയും കുപ്പായം തലയും ഒക്കെ റെഡി വൃത്തിയാക്കിയിട്ട് അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നിസ്കാരം. അങ്ങനെ ഈമാനോടുകൂടെ ഒരാൾ നിസ്കരിച്ചു. വഹ്തിസാബൻ, പടച്ചോന്റെ നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ട്, വേറെ ആരെയും കാണാനോ
അതല്ലെങ്കിൽ ഞാൻ തറാവീന് വന്നിക്കണേ പറയാനോ, അതല്ലെങ്കിൽ പള്ളിയിലുള്ള ആളുകളൊക്കെ എന്നെ ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ടോ, അങ്ങനെയൊന്നുമല്ല. പടച്ചോൻ ഭാഗത്തു നിന്നുള്ള കൂലി ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നോമ്പ് നോറ്റു നിസ്കരിച്ചാൽ ഖറജ മിൻ ദുനൂബിഹി, അവന്റെ ദോഷത്തിൽ നിന്ന് പുറപ്പെട്ടു പോയി, അവൻ ചെയ്ത ദോഷത്തിൽ നിന്നൊക്കെ ഒഴുകിപ്പോയി, ഒക്കെ പോയി. ഏതുപോലെ കയൗമ വലദത്തുഹു ഉമ്മുഹു, ഉമ്മ അവനെ പ്രസവിച്ച ദിവസം ഉണ്ടല്ല, ചോരക്കുട്ടി, അതേപോലെ അല്ലാഹു തആല ആക്കി മാറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കുട്ടിയെപ്പോലെ മനുഷ്യനാക്കി മാറ്റും. അതെത്ര വയസ്സായാലും കുഴപ്പമില്ല, എത്ര മൂത്തുകണെങ്കിലും കുഴപ്പമില്ല. ചെയ്തു പോയ തെറ്റിനെ ഡെയിലി ഇവിടെ ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേടുവന്ന രക്തത്തെ ശുദ്ധീകരിക്കും പോലെ നമ്മുടെ പാപങ്ങൾ എങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പണിയെടുക്കണം. 5 നേരത്തെ നിസ്കാരമുണ്ട്. നിസ്കാരങ്ങളൊക്കെ ജമാഅത്തായിട്ട് നിർവഹിക്കുക. കുറച്ച് ആൾക്കാർക്ക് മാത്രം ജമാഅത്ത്, ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ നിസ്കരിക്കുക. അത് ഇസ്ലാമിൻ്റെ പോളിസിയല്ല. വീട്ടിൽ നിന്ന് കുറേ കാലം നിസ്കരിച്ചല്ലോ, അതിൻ്റെ ഒക്കെ കൂലി പടച്ചോൻ അള്ളാഹു നൽകുമാറാവട്ടെ. പൂർണ്ണത ഏതായാലും കിട്ടൂല, 100-ൽ 100 ഏതായാലും കിട്ടൂല. പള്ളി എന്നത് പുരുഷന്മാർക്കുള്ളതാണ്. അവിടെ വന്ന് പുരുഷന്മാർ നിസ്കരിക്കണം. ഞങ്ങാടിക്കൊക്കെ പോയിക്കോളി, പക്ഷെ നിയന്ത്രണം വേണം. ഇന്നലെ ഇരുന്നോളി, പക്ഷെ നിയന്ത്രണം വേണം. നോമ്പാണ് മാസം എന്ന് ബഹുമാനിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെങ്കിലും നമ്മളെ കണ്ടറിയട്ടെ. ഹൈന്ദവ ജാതിക്കാർ ഒരു വിചാരിക്കട്ടെ, ഓ യൂസുഫിൽ നിന്ന് നോമ്പാ, അതുകൊണ്ട് ഇന്നും അവനെ കളിച്ചാൻ കിട്ടൂല. ഒരു ഉദാഹരണം പറഞ്ഞതാ, യൂസുഫ് അവന് നോമ്പായിരുന്നു, കളിച്ചാൻ കിട്ടൂല. അവനെന്ന് വർത്താനം പറയാൻ കിട്ടൂല. ഇന്ന് റമദാനല്ലേ, അതൊരു മാസം അങ്ങനെയായിട്ട് പോകും. നല്ല റെഡിക്ക് നടക്കുക. പരിശുദ്ധ റമദാനിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാ നിരക്കും നന്നാക്കി തരട്ടെ. അതുവഴി നമ്മുടെ മനസ്സല്ലാഹു നന്നാക്കി തരട്ടെ. അതുവഴി നമ്മുടെ ശരീരത്തിന് അല്ലാഹു ആരോഗ്യം തരട്ടെ. അങ്ങനെ നമുക്ക് ഖബർക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ചോര പൈതൽ മരിച്ചു പോകും പോലെ പോകാൻ ഇവിടെ നിന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യണം. മറ്റൊന്ന് കാര്യം പറയാനുള്ളത്, ഖുർആൻ മിനിമം ഒരു 2 ഖത്മെങ്കിലും തീർക്കണമെന്ന് മനസ്സിൽ കരുതുക. എന്നാലും 1 തീരുള്ളൂ. 2 ഖത്മെങ്കിലും അങ്ങനെ മനസ്സിൽ കരുതുക. 1 തീർത്താൽ അൽഹംദുലില്ലാ. അതിന് ഓരോ ദിവസം വെച്ച് ഓരോ ജുസുഓ 2 ജുസുഓ വെച്ച് ളുഹറിനും അസറിനും മഗ്രിബിനും ചിലപ്പോൾ കിട്ടൂല, ഇശാക്കും തറാവീഹിന്റെ ശേഷം ഓരി വെച്ച് കൊടുക്കുക. ഖുർആനിന്റെ പേജ് സ്പെഷ്യൽ ഓരോ മുസ്ഹഫ് വീട്ടിലുള്ളത് റെഡിയാക്കി വെക്കുക. അതിൽ ഉമ്മാന്റെ അടയാളം വെച്ചതൊന്ന് വേറെ, മകന്റെ അടയാളം വെച്ചതൊന്ന് വേറെ, ഇപ്പാന്റെ അടയാളം വെച്ചത് വേറെ, അങ്ങനെ അടയാളം വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ മുസ്ഹഫ്. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഇതൊന്നും വെറുതെ പറയല്ല. അങ്ങനെ ജീവിതത്തിന് മാറ്റം വരണം. നാളെ സുബൈക്ക് വരുമ്പോൾ തലേ തൊപ്പിടണം. ഇന്ന് തൊപ്പിടാത്തവർക്കൊക്കെ കൂലി കുറച്ച് കുറഞ്ഞിക്കണം. നാളെ സുബൈക്ക് ജമാഅത്തിന്, ഇന്ന് സുബൈക്ക് ജമാഅത്തിനൊക്കെ വരുമ്പോൾ ഈ കയ്യിൻ്റെ മടക്കൊക്കെ ഒന്ന് നിർത്തിയേക്കുക. കണ്ടില്ല നിങ്ങൾ? അതിപ്പോൾ ഞാൻ നാളെ മുതൽ ഞാൻ മടക്കി വെച്ചു തരും. അപ്പം നിങ്ങൾ പറയും, ഉസ്താദ് മടക്കി വെച്ചൊരു കുപ്പായ കൈ ഞാൻ അങ്ങോട്ട് പോടില്ല. കണ്ടങ്ങൾ ദയവായി കണ്ടോളി. ഞാൻ ഇങ്ങനെ മീറാബുകൾ കയറി കുത്തരുത്. വലിയ കുഴപ്പമുണ്ടോ? നിസ്കാരത്തിന്റെ സുഖത്തിനൊന്നും ബാധിക്കില്ല. എന്തേ കുഴപ്പം? ഞങ്ങളൊക്കെ പഠിച്ചത് ഫിഖഹില് വസ്ത്രം മടക്കി വെക്കരുത്, താത്തിലാണ്. എത്രത്തോളം ഉസ്താദന്മാരായിരുന്നു അടി വരെ കിട്ടി ഇങ്ങനെ മടക്കി സംസ്കരിച്ചു. അപ്പൊ അത് കറാഹത്താണ്, ഇത് സുന്നത്താണ്. അല്ലെങ്കിൽ ഇത് മുറിച്ചിട്ടാൽ മതി, ഹാഫ് കൈയാക്കിയാൽ മതി. നമ്മളെ ആസിഫാക്ക കിട്ടാൻ മതി. ആസിഫാക്ക കണ്ടിട്ട് ഹാഫ് കൈയാക്കിയേ തോന്നുന്നു. എന്നാൽ പിന്നെ കറാഹത്തുണ്ടാവില്ലല്ലോ. പിന്നെ ഈ എരിയാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രം അത് നരകത്തിലാണ്. അപ്പൊ അതെന്ത് ചെയ്യാം? കൂട്ടി കയറ്റി നല്ലോണം കയറ്റി. അങ്ങനെ നമുക്ക് മാറാൻ പറ്റുമോ നോക്കുക. ആദ്യം തോന്നും ഞങ്ങളെ കൂടെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ചെങ്ങലായിട്ട് പോകാം. മാറാൻ പറ്റുമോ നോക്കുക. പറഞ്ഞിട്ടും മാറ്റില്ലെങ്കിൽ പിന്നെ പോണ വഴിക്ക് പോട്ടെ. അങ്ങനെ ഓരോന്നും.
الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. أرحم الرحمن يا الملك الجبار يا سيدنا يا الله. ഞങ്ങൾ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഒരുപാട് മയ്യത്തുകൾ, പുതിയ മയ്യത്ത് മസ്ഊദ് സഖാഫി, അള്ളാഹ് നീ കൊടുത്തു കൊടുക്കണേ അള്ളാഹ്, ദറജ ഉയർത്തി കൊടുക്കണേ അള്ളാഹ്. സ്വർഗത്തിന്റെ രംഗം, സ്വർഗത്തിന്റെ ഫോട്ടോ, സ്വർഗത്തിന്റെ ആ തോട്ടം നീ കാട്ടിക്കൊടുക്കണേ അള്ളാഹ്. ഈ ഖബറാളികൾക്കൊക്കെ ഒരു വെളിച്ചമായ ഹാഫിദിന്റെ കടത്തം കൊണ്ട് മുഴുവൻ ഖബറാളികൾക്കും രക്ഷ നൽകണേ അള്ളാഹ്. അള്ളാഹ് ഞങ്ങൾ മണ്ണെ എവിടെ എത്തുന്നത് എനിക്കറിയില്ല, എവിടെയാണ് ഖബറെന്ന് അറിയില്ല, എപ്പോഴാണ് മരണം എന്നറിയില്ല. ഞങ്ങൾക്കും ഒരുപാട് തഹ്ലീലുകളും ഒരുപാട് ഖുർആൻ പാരായണങ്ങളും ഞങ്ങൾക്കും മരിച്ചാൽ വരുമോ ഇല്ലേ നമ്മളിങ്ങനെ ചിന്തിക്കണം. നമ്മളെ പറ്റി നല്ലത് പറയാൻ ആരെങ്കിലും ഒറ്റ റമദാൻ കൊണ്ട് നന്നാകാൻ കഴിയും, ഒറ്റ നോമ്പുകൊണ്ട്, ഒറ്റ നോമ്പൊരു മാസമാണെന്നില്ല, ഒറ്റ ദിവസം കൊണ്ട്, നേരം കൊണ്ട് നന്നാകാൻ കഴിയും. ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ആഖിറത്ത് നന്നാക്കി നമ്മുടെ പള്ളിയുടെ നിർമ്മാണം പെട്ടെന്ന് അല്ലാഹു പൂർത്തിയാക്കി തരണം. അതിലേക്ക് സംഭാവന ചെയ്തവരും അല്ലാഹു സഹായിക്കണം. ഇഷ്ടികകൾ വേണം. ആർക്കെങ്കിലും 10 ഇഷ്ടിക തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ, 5 ഇഷ്ടിക തരാൻ പറ്റില്ല അങ്ങനെ, 100 ഇഷ്ടിക തരാൻ പറ്റില്ല അങ്ങനെ, 1000 ഇഷ്ടിക തരാൻ പറ്റില്ല അങ്ങനെ ഓഫർ ചെയ്യാൻ ആർക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, റമദാൻ മാസമാണ്, ഈ ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ട്, കുറെ ആൾ കേൾക്കുന്നുണ്ട്. ആർക്കെങ്കിലും റമദാനിന്റെ 1ാമത്തെ ദിവസമായിട്ട് ഞങ്ങളെ പള്ളിയുടെ 2 മിനാരങ്ങൾക്കും കുബ്ബക്കും വേണ്ട ഇഷ്ടിക ആർക്കെങ്കിലും തരാനുള്ള കൂലിയുണ്ടെങ്കിൽ വിശുദ്ധ റമദാനിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്തോളൂ. അള്ളാഹുവേ, സ്വർഗത്തിൽ നല്ല വീടുണ്ടാക്കി കൊടുക്കണേ അള്ളാഹ്, വീടുണ്ടാക്കി കൊടുക്കണേ, പള്ളി ഉണ്ടാക്കി കൊടുത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കണേ അള്ളാഹ്. റബ്ബേ, ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആരോഗ്യം നൽകണേ അള്ളാഹ്, അസുഖങ്ങൾ ശിഫയാക്കി തരണേ അള്ളാഹ്. ഞങ്ങളെ നോമ്പ് തുറപ്പിച്ചവർക്ക് നീ ബർക്കത്തേറ്റി കൊടുക്കണേ അള്ളാഹ്, നോമ്പ് തുറപ്പിക്കാൻ നിയത്താക്കിയവർക്കും ബർക്കത്തേറ്റി കൊടുക്കണേ അള്ളാഹ്. പടച്ചവൻ ഓരോരുത്തരുടെ വീട്ടിലും സമാധാനം നൽകണേ അള്ളാഹ്, ഓരോരുത്തരുടെ വീട്ടിലുള്ള ഉപ്പാര ജോലിയിലും ബർക്കത്തേറ്റി കൊടുക്കണേ അള്ളാഹ്. ഓരോരുത്തരുടെ വീട്ടിലുള്ള ഭക്ഷണം പാചകം ചെയ്യുന്ന ഭാര്യമാരും ഉമ്മമാർക്ക് ആരോഗ്യം നൽകണേ അള്ളാഹ്. ഒരു ക്യാൻസറോ ട്യൂമറോ മറ്റുള്ള രോഗങ്ങളോ നൽകല്ല അള്ളാഹ്. ഞങ്ങളെ ദുആ കൊണ്ട് എല്ലാവിധ രക്ഷയും നൽകണേ അള്ളാഹ്. ഗൾഫിൽ പോയവർക്കും നാട്ടിലുള്ളവർക്കും ഖൈർ നൽകണേ അള്ളാഹ്. ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന കാക്കു, ചെറിയോ മറ്റുള്ള അഷ്റഫ് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹ്. വഴി എളുപ്പാക്കി കൊടുക്കണേ അള്ളാഹ്. പോയവർക്ക് ഖൈറായ രൂപത്തിൽ യാത്ര തിരിച്ചെത്തി നാട്ടിലേക്ക് എത്തിക്കണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫضلിക സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. قرآن ഓതുന്നവരൊക്കെ ഇരുന്ന് ഓതിക്കൊള്ളുന്ന ടൈമാണ്. അസ്സലാമു അലൈക്കും.